നമസ്കാരം. അധിക വിദേശ സന്ദർശനങ്ങളൊന്നും നടത്താത്ത വ്യക്തിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പല രാജ്യത്തും അദ്ദേഹം പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടും, തടവിലാക്കപ്പെടും എന്ന ഭീതിയുണ്ട്. ഒന്നും എളുപ്പമല്ല. അങ്ങനെ പോയി തടവിലാക്കാൻ പോകുന്ന രീതിയിൽ ഉള്ള ഒരു മുതലുമല്ല പുടിൻ. എന്നാലും അദ്ദേഹം സെലക്റ്റീവായി ചില രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം 2022 ഫെബ്രുവരിയിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം പുടിൻ്റെ ആദ്യ ഇന്ത്യ സന്ദർശനം ആഗതമാകുന്നു. ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് കഴിഞ്ഞ ദിവസം പറയുന്നു, റഷ്യൻ പ്രസിഡന്റിൻ്റെ ഇന്ത്യ സന്ദർശനം ഉണ്ടാകും. കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി റഷ്യയിൽ സന്ദർശനം നടത്തി. അദ്ദേഹവും 3ാം തവണ പ്രധാനമന്ത്രിയായതിനു ശേഷം മോദി നടത്തിയ ആദ്യത്തെ വിദേശ സന്ദർശനം റഷ്യയിലേക്കാണ് എന്ന് ഓർക്കുക. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അദ്ദേഹം പതിവ് പോലെ ആലിംഗനം ചെയ്തു. അതേ വ്യക്തി തന്നെ മോദി 2 മാസത്തിന് ശേഷം ഉക്രൈനിലെത്തി, കിയേവിലെത്തി. ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയെയും അതേപോലെ തന്നെ ഗാഢമായി ആലിംഗനം ചെയ്തു. അതൊരു തരത്തിൽ പറഞ്ഞാൽ കഴിവാണ്. തൊലിക്കെട്ടി എന്നാണോ, കഴിവെന്നാണോ, അതോ രാഷ്ട്രീയ നയതന്ത്ര ചാരുത എന്നാണോ, സ്റ്റേറ്റ്സ്മെൻഷിപ്പിൻ്റെ മറ്റൊരു രൂപമെന്നാണോ ഒന്നും അറിയില്ല. അത് പലരും പല രീതിയിലാണ് ഇതിനെ വിവക്ഷിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2 നഗരങ്ങളിലും, മോസ്കോയിലും കിയേവിലും ഒരുപോലെ സ്വീകരിക്കപ്പെട്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയും ഒരുപോലെ പറഞ്ഞു, മോദിയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു മധ്യസ്ഥം അല്ലെങ്കിൽ ഇന്റർലോക്യൂട്ടർഷിപ്പ് ഉക്രൈൻ വിഷയം പരിഹരിക്കുന്നതിന് പര്യാപ്തമാണ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് ഈ 2 രാജ്യങ്ങളും കൊടുക്കുന്നു. അതുമാത്രമല്ല, റഷ്യയോട് നമുക്കൊരു അടുപ്പമുണ്ട്. അമേരിക്ക എത്ര അടുപ്പമുണ്ട് എന്ന് പറഞ്ഞാലും അമേരിക്കയ്ക്ക് കച്ചവട താല്പര്യങ്ങളാണ് പ്രധാനം. ഇപ്പോൾ അമേരിക്ക ഇന്ത്യ കച്ചവടം 500 ബില്യൺ വാർഷിക കച്ചവടം ആക്കണം എന്ന ആഗ്രഹം അമേരിക്ക പ്രകടിപ്പിച്ചു. ഇന്ത്യയും അതിനോട് അനുരൂപമായ പ്രതികരിച്ചത്. അതേസമയം വ്യാപാര യുദ്ധം മുറുകുകയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന കാറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, യന്ത്രഭാഗങ്ങൾ ഉൾപ്പെടെ, ഫാർമസ്യൂട്ടിക്കൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് 25% നികുതി ചുമത്തും എന്ന് കർശനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. ആ നികുതി നിലവിൽ വരുന്നത് ഏപ്രിൽ 2-ാം തീയതി, 2025 ഏപ്രിൽ 2-ാം തീയതി ഈ തീരുവകൾ നിലവിൽ വരും. അതെങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ ലഘൂകരിക്കാം, എങ്ങനെ കുറച്ചു കൊണ്ടുവരാം, എന്തെല്ലാം കൺസെഷൻസ് ചെയ്യാം എന്ന ശക്തമായ കൂടിയാലോചനകളിലാണ് ഇന്ത്യ. പക്ഷേ റഷ്യയുമായുള്ള കച്ചവടത്തിൽ ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല, ചരിത്രപരമായി ഒരിക്കലും. അതുമാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ, ഇന്ത്യൻ വ്യവസായത്തെ, വാണിജ്യത്തെ, വിദേശ വ്യാപാരത്തെ ഒക്കെ പരമ്പരാഗതമായി താങ്ങി നിർത്തിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് റഷ്യ. റഷ്യയുമായി ഇന്ത്യയുടെ മുൻ നേതാക്കൾക്ക് അതിശക്തമായ ബന്ധമുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയ ബന്ധമാണ്, ഊഷ്മളമായ ബന്ധമാണ്. എന്നാൽ റഷ്യയിൽ നിന്നും സാധാരണ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ എണ്ണ കാര്യമായി ഉണ്ടായിരുന്നില്ല. ചെറിയ ഒരു ശതമാനം മാത്രം. ഇന്ന് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഏറ്റവും വലിയ പാർട്ട്ണർ റഷ്യ. ഇന്ത്യക്ക് ആവശ്യമുള്ള എണ്ണയുടെ 80% നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു. അതിൻ്റെ ഒരു നല്ല പങ്കും കടന്നു വരുന്നത് റഷ്യയിൽ നിന്നുമാണ്. റഷ്യ കയറ്റുമതി ചെയ്യുന്ന ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, അതിൻ്റെ ഏറ്റവും വലിയ വാങ്ങൽ ശക്തി ചൈനയാണ്. 2ാമത്തെ വലിയ വാണിജ്യ പങ്കാളി ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ റഷ്യ വാണിജ്യത്തിൽ അതിശക്തമായ മേൽക്കൈ റഷ്യക്കുണ്ട്. മേൽക്കൈ എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ നിന്നുള്ള റഷ്യയിലേക്കുള്ള കയറ്റുമതി $5 ബില്യൺ താഴെയാണ്. അതേസമയം ഇറക്കുമതി $48 ബില്യൺ അടുപ്പിച്ചാണ്. അങ്ങനെ ഭയങ്കരമായ വ്യാപാര കമ്മി ഇന്ത്യക്ക് റഷ്യയുമായിട്ടുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാരം $129 ബില്യൺ ഇന്ത്യയുടെ. ഓർക്കണം, അവിടെ ഇന്ത്യക്ക് വ്യാപാര മിച്ചമാണ് ഏതാണ്ട് $45 ബില്യൺ വ്യാപാര മിച്ചമാണ്. ആ മിച്ചം കുറച്ചുകൊണ്ട് വരാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വ്ളാഡിമിർ പുടിൻ അങ്ങനെയല്ല. വ്ളാഡിമിർ പുടിൻ, അതിന് മുമ്പുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളും ഒക്കെ ഇന്ത്യയോട് ഒരു മൃദു സമീപനം തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. കാരണം ഇന്ത്യക്ക് 1971 ദ ട്രീറ്റി ഓഫ് പീസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ, അത് ബംഗ്ലാദേശ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ റഷ്യയുമായി നടത്തിയ ഒരു സന്ധി, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉള്ള ഒരു ട്രീറ്റിയാണ്. അതനുസരിച്ച് വേണ്ടി വന്നാൽ ഇന്ത്യയെ സൈനികമായി സഹായിക്കാൻ പോലും, ഇന്ത്യ ആക്രമണ വിധേയമായാൽ ഇന്ത്യയെ സൈനികമായി സഹായിക്കാൻ പോലും റഷ്യ സന്നദ്ധമാകും എന്ന ഉറപ്പാണ്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അന്ന് പറഞ്ഞത് 72 പറഞ്ഞത് അമേരിക്കൻ പടക്കപ്പലുകൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നോട്ടെ, തിരിച്ചു പോകണോ വേണ്ടായോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് ഉഗ്രമായി സംസാരിച്ച വ്യക്തി കൂടിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് ഓർക്കണം. അതുകൊണ്ട് അന്ന് അമേരിക്കയുമായി നമ്മൾ അകലം പാലിക്കുകയും റഷ്യയുമായി അടുത്ത് നിൽക്കുകയും ചെറുചേരാ നയമൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു പുകമറ പോലെ അങ്ങ് പോകും. പക്ഷേ ആ ഒരു ഊഷ്മള ബന്ധമൊന്നും ഇന്ന് റഷ്യയുമായിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യക്ക് ഏറ്റവും അധികം ഓയിൽ സപ്ലൈ ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ റഷ്യയുമായുള്ള ബന്ധം തുടരേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് മാറി വരുന്ന ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റി അനുസരിച്ച് ട്രംപിൻ്റെ കടന്നുവരവും ട്രംപിൻ്റെ വ്യാപാര യുദ്ധവും എല്ലാം പരിഗണിക്കുമ്പോൾ റഷ്യയുമായിട്ട് മാത്രമല്ല ചൈനയുമായിട്ടും വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇന്ത്യയുടെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി, ഉഭയകക്ഷി വാണിജ്യത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ട്ണർ ചൈന തന്നെയാണ്. അത് വളരെ അടുത്ത രാജ്യങ്ങളാണ്, നമ്മൾ തമ്മിൽ മത്സരമുണ്ട് എന്ന് പറയുമ്പോഴും അതേസമയം തന്നെ ചൈനയുടെ പ്രാധാന്യത്തെ നമുക്ക് തുച്ഛീകരിച്ച് കാണാനുമാവില്ല. അതുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ 2 കാര്യങ്ങളിൽ തീർച്ചയായും ലോകം കാതോർക്കും, എല്ലാ കണ്ണുകളും കാതുകളും ഡൽഹിയിലേക്ക് നീളുന്നു. അതിനുള്ള കാരണം 2 ഒന്ന്, ഉക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നു, സമാധാനം ഇപ്പോഴും മരീചികയായി മാറുന്നു. ഉക്രൈൻ യുദ്ധത്തിൽ നാവിക അഭ്യാസങ്ങളൊക്കെ വേണ്ട, ഇനിയും കപ്പലുകളെ ആക്രമിക്കേണ്ട, ചരക്ക് കപ്പലുകളെ ആക്രമിക്കേണ്ട, കരിങ്കടൽ മേഖലയിലൂടെ കടന്നു പോകുന്ന റഷ്യൻ ഉക്രൈനിയൻ കപ്പലുകളെ പരസ്പരം ആക്രമിക്കില്ല എന്ന ഒരു ധാരണ ഈ രാജ്യങ്ങൾ തമ്മിലെത്തി. അതുമാത്രമല്ല, പൂർണ്ണമായി വെടിനിർത്തൽ സാധ്യമായിട്ടില്ല എങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങളുണ്ട്. പക്ഷേ പ്രസിഡന്റ് പുടിൻ പറയുന്നത് വ്ളാഡിമിർ സെലൻസ്കിയെ ആ കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഒരു സംഭാഷണം നടക്കില്ല, അദ്ദേഹത്തെ പുറത്താക്കൂ, അദ്ദേഹത്തെ പുറത്താക്കി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണകൂടം നിശ്ചയിക്കട്ടെ, ഉക്രൈൻ ജനത തീരുമാനിക്കട്ടെ, ആ പുതിയ ഭരണകൂടവുമായി ഞാൻ ചർച്ച ചെയ്യാം എന്നാണ് ഇപ്പോൾ ഏറ്റവും വൈകി പുടിൻ പറയുന്നത്. എന്നാൽ മറിച്ച് സെലൻസ്കി എന്താണ് പറയുന്നത്? ഈ പുടിൻ അവിടുന്ന് ചത്തു മൺമറയാതെ റഷ്യ ഗുണം പിടിക്കില്ല, യുദ്ധവും അവസാനിക്കില്ല എന്ന നിലപാടിലാണ് സെലൻസ്കി. അതുകൊണ്ട് വല്ലാതെ ഈ 2 നേതാക്കൾ തമ്മിലുള്ള പേഴ്സണൽ കെമിസ്ട്രി പോലും വല്ലാതെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും കൃത്യമായി പരിഹരിക്കാനാവാത്ത രീതിയിലേക്ക് ഉക്രൈൻ റഷ്യ വിഷയം നീളുമ്പോൾ 2 രാജ്യങ്ങൾക്കും ഒരുപോലെ ആശ്രയിക്കാവുന്ന, ഒരുപോലെ സൗഹൃദപരമായി സംസാരിക്കാവുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു എന്ന് പറയുമ്പോൾ നയതന്ത്ര ഭൂപടത്തിൽ ഇന്ത്യക്ക് അടുത്ത കാലത്ത് ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ട്രംപിൻ്റെ കടുംപിടുത്തം കാരണം ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷ അർപ്പിച്ച ട്രംപ് ഇന്ത്യയുടെ പ്രതീക്ഷയോടൊപ്പം ഉയർന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയെ ബിസിനസ് ഒരു രീതിയിൽ മാത്രമാണ് ട്രംപ് കണ്ടത് എന്നൊരു പരിഭവം ഇന്ത്യക്കുള്ളിലുണ്ട്, പൊതുവേ ഉണ്ട്. അതിൽ അതിശയോക്തി ഒട്ടുമില്ലതാനും. അങ്ങനെയെങ്കിൽ പുതിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ പഴയ ബന്ധങ്ങൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കേണ്ട ആവശ്യകതയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ പുടിൻ്റെ വരവിന് ഏറെ പ്രത്യേകതകളുണ്ട്. കാരണം യുദ്ധം കാരണം പുടിൻ പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകാനാവില്ല, അതുകൊണ്ടാണ്. പക്ഷേ ചൈനയിലേക്കും ഇന്ത്യയിലേക്കും കടന്നു വരാം, ഊഷ്മളമായി പുടിൻ സ്വീകരിക്കപ്പെടും. അതുമാത്രമല്ല, ബ്രിക്സിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് പുടിൻ. റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, വീണ്ടും 5 രാജ്യങ്ങൾ ചേർന്നിരിക്കുന്നു. അമേരിക്ക ഒരു പരിധി വിട്ട് ലോകരാജ്യങ്ങളുമായി വ്യാപാര യുദ്ധം നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് മാറി ചിന്തിക്കേണ്ടി വരും. ബ്രിക്സിലൂടെ ഒരു പുതിയ കറൻസി വരികയും ഡോളറിനെതിരെ ഒരു പ്രതിരോധ ഘടന രൂപപ്പെടുകയും ചെയ്താൽ അതിന് റഷ്യൻ റൂബിളിനും ചൈനീസ് യുവാനും ഇന്ത്യൻ റുപ്പിക്കും എല്ലാം തന്നെ നിർണായക പങ്കുണ്ടാകും. ഒരു കോമൺ കറൻസിയിലേക്ക് അതെത്താൻ ഉള്ള സാധ്യത വളരെ കുറവാണെങ്കിലും ഒരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്, പരസ്പരമുള്ള വ്യാപാരത്തിൽ ഡോളർ ഉപയോഗിക്കാതെ ഇരുന്നാൽ തന്നെ അമേരിക്കയുടെ ശക്തി വളരെയധികം ക്ഷയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് അമേരിക്കയും ഈ പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തെ അമേരിക്ക പോലും നോക്കിക്കാണുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ഇന്ത്യ എന്ന് പറയുന്നു, ഇന്ത്യ റഷ്യ ചർച്ചകളിൽ ഉക്രൈൻ കടന്നു വരുമോ? അതുപോലെ തന്നെ വ്യാപാരപരമായി അമേരിക്ക എത്ര വിരട്ടിയാലും റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങാനുള്ളത് വാങ്ങും. കഴിഞ്ഞ 2 മാസം, ജനുവരി ഫെബ്രുവരി മാസം റഷ്യയിൽ നിന്നുള്ള എണ്ണ വ്യാപാരം സ്വല്പം കുറഞ്ഞിരുന്നു. പക്ഷേ ഈ ലേറ്റസ്റ്റായി മാർച്ച് മാസം ഏറ്റവും അധികം ചരിത്രത്തിലെ റെക്കോർഡ് എണ്ണ വാങ്ങലാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, കൺസെഷണൽ റേറ്റിൽ റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിൽക്കുന്ന ആ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ നൽകുന്നു. അതുമാത്രമല്ല, അന്താരാഷ്ട്ര ഉപരോധം കൊണ്ട് വീർപ്പുമുട്ടുന്ന റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നൽകുന്ന പണം വളരെ പ്രധാനപ്പെട്ടതാണ്. റഷ്യൻ ഓയിൽ ഇന്ത്യ നൽകുന്ന പണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല, റൂബിൾ കൊടുത്തുകൊണ്ട് എണ്ണ വാങ്ങേണ്ടതില്ല, റുപ്പി കൊടുത്തുകൊണ്ട് നമുക്ക് അവിടുന്ന് എണ്ണ വാങ്ങാൻ കഴിയും.
അതുകൊണ്ട് റുപ്പി ടേംസിലുള്ള വ്യാപാരം അത് പ്രോത്സാഹിക്കുക വഴി ഇന്ത്യക്ക് വലിയ രീതിയിലാണ് നേട്ടമുണ്ടാകുന്നത്. വിദേശ നാണ്യ കരുതൽ ശേഖരം ഒലിച്ചു പോകാതിരിക്കാൻ അത് വളരെയധികം സഹായിക്കും എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് വ്യാപാരപരമായ ചിന്തകളും ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസും എല്ലാം ചേർന്ന് പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തെ വളരെ പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നു എന്നാണ് നിഗമനം.